അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നതിന്റെ കാരണങ്ങൾ അറിയാൻ ഒടുവിൽ പഠനം ആരംഭിച്ച സർക്കാർ. ആരോഗ്യ വകുപ്പും ICMR സംയുക്തമായാണ് പഠനം നടത്തുന്നത്. ഫീൽഡ് തല പഠനം കോഴിക്കോടാണ് ആരംഭിച്ചത്. തിരുവനന്തപുരം, കൊല്ലം, മലപ്പുറം ജില്ലകളിലും പഠനം നടത്തും. സനിസ ശോഭ ചന്ദ്രൻ ചേരുന്ന വിശദാംശങ്ങളുമായി. സനിസ, ആശങ്കയായിരുന്നു ഈ വാർത്തയിൽ നിരവധി മരണം, പക്ഷേ കാരണമൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. ഇതെങ്ങനെയായിരിക്കും ഈ പഠനം? എങ്ങനെയാണ് സർക്കാരിന്റെ തീരുമാനം? സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം അതിന്റെ വ്യാപനം കൂടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പഠനം വരുന്നത്. മുൻപ് തന്നെ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ICMR-ഉം IAB-യും പോണ്ടിച്ചേരി AV ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്നിവയിലെ വിദഗ്ധർ ചേർന്ന ഒരു വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു. അതിന്റെ ഒരു തുടർ പഠനം എന്നോളമാണ് ഈ ഒരു ഫീൽഡ് തല പഠനം. ഇപ്പോൾ ആരോഗ്യ വകുപ്പും ചെന്നൈ ICMR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡമിയോളജിയിലെ വിദഗ്ധരും ചേർന്നാണ് ഈ ഫീൽഡ് തല പഠനം നടത്തുന്നത്. ഈ കോളിഫോം അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്താൻ സർക്കാർ ഒടുവിൽ തീരുമാനിച്ചിരിക്കുകയാണ്. പഠനം നടത്താനാണ് സർക്കാർ തീരുമാനം. ആരോഗ്യവകുപ്പും ICMR-ഉം സംയുക്തമായാണ് പഠനം നടത്തുക. ഫീൽഡ് തല പഠനം കോഴിക്കോട് ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ തിരുവനന്തപുരം, കൊല്ലം, മലപ്പുറം ജില്ലകളിലും പഠനം നടത്താനാണ് തീരുമാനം. സനിസ, തുടരാം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ കാരണങ്ങൾ അറിയാനാണ് ഇപ്പോൾ സംസ്ഥാന ആരോഗ്യ വകുപ്പും ചെന്നൈ ICMR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡമിയോളജി വിദഗ്ധരും ചേർന്നുള്ള ഫീൽഡ് തല പഠനം ആരംഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം ക്രമാതീതമായി കൂടുന്ന ഒരു സാഹചര്യമാണ്. 54 പേർക്കാണ് ഒരു മാസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. 9 മരണവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പഠനം ആരംഭിച്ചിരിക്കുന്നത്. ഇതിനു മുൻപേ തന്നെ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ICMR, IAB, പോണ്ടിച്ചേരി AV ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്നിവയിലെ വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഈ ഒരു ഫീൽഡ് തല പഠനം. ഇതിപ്പോൾ കോഴിക്കോട് നിന്നാണ് ആരംഭിച്ചിരിക്കുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം ആദ്യഘട്ടത്തിൽ കോഴിക്കോടായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്, കൂടുതലായും റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ തെക്കൻ കേരളത്തിലാണ് കൂടുതലായിട്ടും റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തിരുവനന്തപുരം, കൊല്ലം, മലപ്പുറം ജില്ലകളിലും ഈ ഒരു പഠനം നടത്തും. ഈ കോളിഫോം ബാക്ടീരിയ, ഈ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച പ്രദേശങ്ങളിൽ കോളിഫോം ബാക്ടീരിയ വ്യാപകമായി കാണുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതിൽ എന്തെങ്കിലും വകഭേദം സംഭവിക്കുന്നുണ്ടോ, എത്തരത്തിലാണ് ഈ ആൾക്കാരിലേക്ക് ഇത് പടരുന്നത്, ഇത് വ്യാപകമാകുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം കേസുകൾ വരുന്നത് എന്നതിലൊക്കെ ആയിരിക്കും ഈ ഒരു പഠനം ഉണ്ടാകുക. കൂടാതെ തന്നെ കേരളത്തിൽ മാത്രമാണ് ഈ ഒരു 5 മസ്തിഷ്ക ജ്വരം ബാധിക്കുന്ന 5 തരത്തിലുള്ള അമീബയെ, ബാക്ടീരിയയെ കണ്ടെത്താനുള്ള ലാബ് സൗകര്യങ്ങളൊക്കെ ഉള്ളത്. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ 3 തരത്തിലുള്ള രോഗാണുവിനെ കണ്ടുപിടിക്കാനുള്ള സൗകര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതലായും പെട്ടെന്ന് തന്നെ ലാബുകളിൽ ഈ ഒരു രോഗം സ്ഥിരീകരിക്കാനുള്ള സൗകര്യം കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നു എന്നൊരു മേന്മ കേരളത്തിന് ഉണ്ടെങ്കിൽ പോലും എങ്ങനെയാണ് ഈ രോഗവ്യാപനം എന്ന് കണ്ടെത്താൻ ഇത്ര നാളായിട്ടും കഴിഞ്ഞിട്ടില്ല.